ഇവിടെ പോകാനുള്ള അനുവാദം ഇല്ല. ഞാനങ്ങോട്ട് കൂടുക. ഈ ഇല്ലം ഭയങ്കര ഒരു വിജൃംഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു വിജൃംഭിച്ചത് മാറത്തില്ല. പഴമയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മന. ഗായ്സ്, ഇന്നത്തെ എന്റെ സ്റ്റേ ഈ മനയിലാണ്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന എന്തോ ഒന്നുണ്ട് ഇവിടെ. ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണെങ്കിലും ഇവിടെ താമസിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഇതുപോലെയുള്ള വീടുകളും പിന്നെ നാലുകെട്ട് രീതിയിലുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട്. ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണെങ്കിലും ഏത് രീതിയിൽ വന്നാലും നിങ്ങൾക്ക് ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഒരു മന തന്നെയാണിത്. വലിയ വലിയ റിസോർട്ടുകളൊക്കെ താമസിച്ച് മടുത്തെങ്കിൽ നിങ്ങൾ ഒരു തവണ ഈ ഒരു മനയിലേക്ക് വരണം കേട്ടോ. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയായിരിക്കും. ഈ മനയെപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ തരുന്നതാണ് ഇതിൻ്റെ പേരും, നീർമാതളം. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. 2 രീതിയിലുള്ള ഊഞ്ഞാലുണ്ട് ഇവിടെ പുറത്ത്. അതുപോലെ തന്നെ വീടിനുള്ളിലും ഒരു വലിയൊരു ഊഞ്ഞാലുണ്ട്. കണ്ടോ, പഴയ രീതിയിലുള്ള ആട്ട് കല്ലുകളും അതുപോലെ തന്നെ അമ്മിക്കല്ലുകളൊക്കെ ഉണ്ട്. പണ്ടത്തെ ബാത്റൂമൊക്കെ ഇതിങ്ങനെ പുറത്തായിരുന്നു. എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. അതിനു പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അലക്കി ആറിയിടാനുള്ള സൗകര്യം, അലക്കാനുള്ള സൗകര്യം, പിന്നെ അതുപോലെ തന്നെ എല്ലാത്തിനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. പാലക്കാട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു കിഡിലൻ ഹോം സ്റ്റേ തന്നെയായിരിക്കും ഈ ഒരു മന. ഇവൻ ഇവിടുത്തെ സ്ഥിരം താമസക്കാരനാണ്. ഇതുപോലെ പഴമയെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്. കണ്ടോ, വായിക്കാൻ ഏറെ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ ഒരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. മാധവിക്കുട്ടിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത ഏറ്റവും മികച്ച കൃതി നീർമാതളം പൂത്ത കാലം. ഈ റിസോർട്ടിന്റെ പേരും അതുതന്നെയാണ്, നീർമാതളം. താഴത്തെ റൂം എന്ന് പറയുന്നത് 2 റൂമാണ്. അതുപോലെ തന്നെ എ സിയുമുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ചേർന്ന ഒരു 2 റൂമുകളാണ് താഴെയുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് അടുക്കള വരുന്നത്. ഫ്രിഡ്ജും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തേങ്ങ ചിരവാൻ ചിരവയുണ്ട്. അതുപോലെ തന്നെ കപ്പുകൾ, പിന്നെ ചായ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പാത്രങ്ങൾ, എല്ലാ തരം പാത്രങ്ങളും ഉണ്ട്. ഗ്യാസും അതുപോലെ തന്നെ ഇൻഡക്ഷനും ഇവിടെയുണ്ട്. പിന്നെ കെറ്റിലുണ്ട്. പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. ഒരു കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു അടുക്കളയിലുണ്ട്. ഫ്രിഡ്ജിൽ ഞങ്ങൾ ഐസ്ക്രീം തലേ ദിവസം ഐസ്ക്രീം വെച്ചിനേനും അതാ ഇവിടെ കിടക്കുന്നത്. 2 പെട്ടി ഐസ്ക്രീം ഉണ്ട്, കോൺ ഐസ്ക്രീം. പിന്നെ ഇവിടെ മേലേക്ക് പോകാൻ വേണ്ടിയിട്ട്, മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പുകൾ പഴയ രീതിയിലുള്ളത്. അവിടെ നിന്ന് മുകളിലോട്ടും ഒരു റൂമുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതൊരു കിഡിലൻ റൂമാണ്. മുകളിലാണെങ്കിൽ ഇതുപോലെ തന്നെ 3 റൂമുകളാണുള്ളത്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. 3 റൂമുകൾ, സാധാരണ റൂമുകൾ. ഒരുപാട് സിനിമകളും അതുപോലെ തന്നെ ഷോർട്ട് മൂവീസും റീൽസും ഒക്കെ ഇവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കയറുമ്പോഴില്ലേ നല്ലൊരു വൈബാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ കിഡിലൻ എന്തോ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. എനിക്ക് ഇവിടെ ഈ മനയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റൂം ഇവിടെയാണ് കേട്ടോ. വലിയൊരു റൂമാണ്. രാത്രിയിൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഇരുടായിരിക്കും. പക്ഷെ രാവിലെ നല്ലൊരു വെളിച്ചവും ഒക്കെ ഉള്ള ഒരു കിഡിലൻ റൂമാണ്. ഇവിടെ കട്ടിലില്ല, പക്ഷെ എത്ര പേർക്ക് വേണമെങ്കിലും ഇവിടെ കിടക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. രാത്രിയൊക്കെ ഇവിടെ ഇങ്ങനെ നടന്ന് ആസ്വദിക്കാൻ വേറെ തന്നെ ഒരു വൈബാണ്. അത് ഒറ്റക്കാണെങ്കിൽ സൂപ്പറായിരിക്കും. ഞാനിവിടെ നിന്ന് ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൊറർ ടച്ചുള്ള ഒരു റീലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എന്താ പറയുക, മണിച്ചിത്രത്താഴിൻ്റെ ഒരു വൈബൊക്കെ ആയിട്ടുള്ള ഒരു കിഡിലൻ റീലായിരുന്നു. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ റീലിൻ്റെ ലിങ്ക് കൊടുക്കാം. എനിക്കിതുപോലത്തെ മനകളൊക്കെ, പഴയ മനകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയൊക്കെ താമസിക്കാൻ വേണ്ടി ഒരുപാട് ഇഷ്ടമാണ്. പഴയ കസേരകളും പഴയ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട്.
നിങ്ങൾ ഒരു തവണ ഇവിടെ എന്തായിട്ട് വരണം കേട്ടോ. നല്ല അടിപൊളി സ്റ്റേ ആയിരിക്കും. ഇവിടെ താമസിച്ച ആൾക്കാരുടെയൊക്കെ റിവ്യൂസാണിത്. ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നല്ല ഒരു വൈബും നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു കിഡിലൻ റിസോർട്ട് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നല്ലൊരു മനയാണ്, ഹോം സ്റ്റേ. രാത്രിയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. കല്യാണത്തിന് വന്നതാണെങ്കിലും നല്ലൊരു കിഡിലൻ ഒരു വൈബ് തന്നെയായിരുന്നു രാത്രിയിലെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. കിഡിലനായിട്ട് എൻജോയ് ചെയ്തു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. നിനക്ക് ഇവിടെ പോകാനുള്ള അനുവാദം ഇല്ല. എനിക്ക് ഇവിടെ പോകാനുള്ള അനുവാദം ഇല്ല. ഞാനങ്ങനെ കൂടുക. നാടിന്റെ തനിമയും എന്താ പറയാ, ഈ പഴമയുടെ ഒരു വാക്ചാതുര്യം ഈ ഇല്ലത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഇല്ലത്തിന്റെ പേര് നല്ല പേരാ. നീർമാതളം. നല്ലൊരു വെറൈറ്റി പേരാണ്. പക്ഷെ ഈ നീർമാതളത്തിൽ കയറിയപ്പോ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. എന്റെ ഡേ വാസ് ഫൺ. ഐ ലൈക്ക് ഇറ്റ്. ഈ ഇല്ലം ഭയങ്കര ഒരു വിജൃംഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു വിജൃംഭിച്ചത് മാറത്തില്ല. ഈ ഇല്ലത്തിന്റെ ശരിയായ ഓണർ ശബരിയേട്ടൻ. അപ്പൊ ഈ ഇല്ലത്തിനെ പറ്റി ജസ്റ്റ് ഒന്ന് രണ്ടു വാക്ക് സംസാരിച്ച നല്ലതായിരുന്നു. എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഇത് 85 കൊല്ലം പഴക്കമുള്ള ഒരു വീടാണ്. അതിനപ്പോ നമ്മളിപ്പോ 3 കൊല്ലമായി റിനോവേറ്റ് ചെയ്തിട്ട് പുതിയ രീതിയിലാക്കി. അതായത് റിനോവേറ്റ് ചെയ്ത് ജസ്റ്റ് പട്ടികയും കഴിക്കോലും എല്ലാം മാറ്റി ബാക്കി എല്ലാം പഴയ നിലയ്ക്ക് തന്നെയാണ് വെച്ചിരിക്കുന്നത്. 85 കൊല്ലം പഴക്കമുണ്ടല്ലോ ഇതിന്. ഓക്കെ. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പേരെന്തൊക്കെയാണ്? ഇവിടെ ഉണ്ടായിരുന്ന ബാലകൃഷ്ണൻ നായർ ഉള്ള ഇവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സത്യഭാമ പറഞ്ഞ അമ്മ, അവരുടെ മകന്റെയാണ് ഇപ്പോ ഉള്ള പ്രോപ്പർട്ടി ഇപ്പോൾ ഉള്ളത്. ഇത് കേരള ടൂറിസത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അണ്ടർ കേരള ടൂറിസത്തിന്റെ വരുന്നത്. ഇപ്പൊ ഉള്ള ആൾക്കാർ ഇതിലെ തലമുറകൾ ഇപ്പൊ എവിടെ ഉണ്ട്? എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഒരാൾ ഇവിടെ അടുത്ത് തന്നെയാണ് അനിയനുള്ളത്. ഏട്ടന്റെ പേരിലാണ് ഇപ്പൊ ഈ പ്രോപ്പർട്ടിയില്. ഏട്ടൻ ഇപ്പൊ ഉള്ളത് ഒലോക്കോട് പറഞ്ഞ സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നിയത് അങ്ങനെ ആക്കാന്നുള്ള ടൂറിസത്തിന്റെ ഭാഗമായിട്ട്? വേറൊന്നുമല്ല, ഇത് നിലനിർത്തി പോവുക, പഴയ തനിമ നിലനിർത്തി പോവുക എന്നുള്ളൊരു ബേസിലാണ്. ബിസിനസ് മൈൻഡിൽ മാത്രമായിട്ടല്ല ഇതാക്കുന്നത്. നമുക്ക് അത് നിലനിർത്തി പോവുക. ഇവിടെ പാലക്കാട് ഒരു ഹെറിറ്റേജ് പഴയ ഒരു ഇത് നിലനിർത്തി പോവുക എന്നുള്ളൊരു ഇതിലാണ്. കാരണം പഴമ, ഈ എന്താ പറയാ നെല്ലറ, ഇതൊക്കെ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും പഴയൊന്നും ഇല്ല. നിലനിർത്തി പോവുക എന്നുള്ള ഇതിലാണ് മെയിൻലി ഞങ്ങൾ ഇതാക്കുന്നത്.